ഏവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ ഒരു അടിപൊളി പിക്നിക് സ്പോട്ടാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. ബോട്ടിംഗും മിനിയേച്ചർ ട്രെയിനും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും കടൽ കാഴ്ചകളും ചിൽഡ്രൻസ് പാർക്കും ഒക്കെ അടങ്ങുന്ന ഒരു 100% എന്റർടൈൻമെന്റ് ഹബ്ബായ വേളി ടൂറിസ്റ്റ് വില്ലേജിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. കിഴക്കേക്കോട്ടയിൽ നിന്നും വേളി ബീച്ചിലേക്ക് ഡയറക്റ്റ് ബസ് എപ്പോഴും ലഭ്യമാണ്. വേളി ബീച്ച് ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വേളി ഫെസിലിറ്റേഷൻ സെന്ററാണ്. 20 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കൺവെൻഷൻ സെന്റർ ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വേളി ടൂറിസ്റ്റ് വില്ലേജിൽ പ്രവേശിക്കാൻ 20 രൂപയാണ് എൻട്രി ഫീസ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വില്ലേജിൽ പ്രവേശിക്കാൻ കഴിയും. വില്ലേജിൽ കയറിയാൽ ആദ്യം കാണുവാൻ കഴിയുന്ന മനോഹരമായ നടപ്പാതകളും വളരെ വൃത്തിയുള്ള ടൂറിസ്റ്റ് അന്തരീക്ഷവും ഒക്കെയാണ്. ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കും വില്ലേജിനുണ്ട്. ചെറിയ സ്ലൈഡറുകളും ഊഞ്ഞാലുകളും ഒക്കെ ആയിട്ട് ചിൽഡ്രൻസ് പാർക്ക് വളരെ ഗംഭീരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സീസോയും സ്പ്രിംഗ് റൈഡറും ഒക്കെ കുട്ടികളെ രസിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആകർഷകമായ ശില്പങ്ങൾ വേളി ടൂറിസ്റ്റ് വില്ലേജിന് മറ്റൊരു പ്രധാന കാഴ്ചയാണ്. പൂന്തോട്ടത്തിലെ നടപ്പാതകൾക്കും സുഖപ്രദമായ ഇരിപ്പിടങ്ങൾക്കും സൈഡിലൂടെയുള്ള ഈ ശില്പങ്ങൾ വേളിക്കൊരു ക്ലാസിക് ഫീൽ നൽകുന്നു. കാനായി കുഞ്ഞിരാമൻ്റെ ഒരു ശംഖുശില്പവും ഇവിടുത്തെ ഒരു പൊളി കാഴ്ചയാണ്. ബയോവേസ്റ്റ് ഇടാനുള്ള വേസ്റ്റ് ബിന്നുകളും വില്ലേജിലുണ്ട്. ഇത് ഈ പാർക്ക് വളരെ വൃത്തിയായിരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. വേളി തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റായ ഫ്ലോട്ടില്ലയുടെ കാഴ്ചകളും ഇവിടെ കാണാം. റെസ്റ്റോറൻറ്റിന് ഒരു ഫെറോസിമെന്റ് ബേസ് ഒക്കെ ഉണ്ട്, പക്ഷേ ചുമരുകൾ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നടപ്പാതയിലൂടെ ഫ്ലോട്ടില്ലയുടെ അകത്തേക്ക് പതിയെ കയറാം. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന തെങ്ങിൻ തടികളാണ് റെസ്റ്റോറൻറ്റിനെ താങ്ങി നിർത്തുന്നത്. തടാകത്തിന്റെ വൈബൊക്കെ അടിച്ച് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുണ്ട്. റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ തടാകത്തിലെ സസ്യജാലങ്ങൾ പതിയെ മൂവ് ചെയ്യുന്നത് കാണുന്നത് നല്ലൊരു ഫീലാണ്. തടാകത്തെ ബീച്ചുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഇവിടെയുണ്ട്. ഈ ബ്രിഡ്ജ് എപ്പോഴും ഇങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറി ബീച്ചിലേക്ക് പോകുന്ന ഒരു പ്രത്യേക വൈബാണ്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറി നേരെ ബീച്ചിലേക്ക് പോകുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് ചായയും ഉഴുന്നുവടയും പഴംപൊരിയും ഒക്കെ വയ്ക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള ചെറിയ ഷോപ്പുകളാണ്. ഇതിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള ഡിസൈൻ ബീച്ചിന് ഒരു എലഗന്റ് ഫീലൊക്കെ നൽകുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഡീകമ്മീഷൻ ചെയ്ത ഡീബക് 21 എന്ന ഒരു ട്രെയിനിങ് ഫ്ലൈറ്റും കിടപ്പുണ്ട്. ഇതൊരു ഗംഭീര കാഴ്ചയാണ്. ബീച്ചിലേക്കുള്ള എൻട്രിയുടെ അടുത്ത് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും കുറേ ഗെയിം പാർക്കുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കാറ്റാടി വിൽക്കുന്ന കടകളും കുലുക്കി സർബത്തും ഇളനീർ പന്തലും ഒക്കെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചകളാണ്. വൈകുന്നേരത്തെ കുതിര സവാരിക്കായി റെഡിയായി നിൽക്കുന്ന ഒരു കുതിരയും ഇവിടുത്തെ നല്ലൊരു കാഴ്ചയായിരുന്നു. ബീച്ചിനോട് ചേർന്ന് തന്നെ ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഉണ്ട്. ഇവിടെയും കുട്ടികൾക്ക് നിരവധി റൈഡുകളൊക്കെ ഉണ്ട്. കടൽ തീരത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. പക്ഷെ തടാകത്തിൽ കണ്ട ആ ഒരു വൃത്തി ബീച്ചിൽ കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷെ തിരമാലകളുടെ ഭംഗി അതിമനോഹരമാണ്. ബീച്ചിലെ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് വേളിയുടെ ഹൈലൈറ്റ് ആയ ട്രെയിൻ യാത്ര ആസ്വദിക്കാനാണ്. ട്രെയിനിൽ കയറുന്നതിന് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് ചാർജ്. പക്ഷെ അവിടെ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് അറിയാൻ കഴിയുന്നത് മിനിമം 20 പേരെങ്കിലും ഉണ്ടെങ്കിലേ ട്രെയിൻ പോവുകയുള്ളൂ എന്ന്. അങ്ങനെ വെയിറ്റ് ചെയ്ത് 15 പേരായപ്പോഴേക്കും അവർ ട്രെയിൻ എടുത്തു. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ മിനിയേച്ചർ ട്രെയിനിൽ 2.2 കിലോമീറ്റർ വേളിയുടെ വൈബ് മൊത്തം ഒറ്റയടിക്ക് ചുറ്റിക്കറങ്ങി ആസ്വദിക്കാൻ കഴിയും. വിൻറ്റേജ് മോഡലിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ട്രെയിനിൽ 3 ബോഗികളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ നടന്നു കണ്ട ശില്പങ്ങളും വേളിയുടെ സൗന്ദര്യവും ഒക്കെ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് കാണുന്ന ഒരു സൂപ്പർ കാഴ്ചയാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് മുകളിലൂടെയുള്ള പാലത്തിൽ കൂടിയുള്ള യാത്രയും ഗംഭീരമായിരുന്നു. 15 മിനിറ്റ് കൊണ്ട് വേളി മൊത്തം ചുറ്റിയടിച്ച് ഈ ട്രെയിൻ നമ്മളെ വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെ ബോറടിപ്പിക്കാത്ത ഈ ട്രെയിൻ യാത്ര ഒരു വെർത്ത് ഫീലാണ്. എല്ലാവർക്കും വേളി ടൂറിസ്റ്റ് വില്ലേജിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.